യുകെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത്. അങ്ങനെ 2022 സ്റ്റുഡൻറ്റ് വിസയിൽ പോയി അവിടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ ഒരു NHS തന്നെ ആദ്യം ജോലി കിട്ടി. ആ NHS ഞാൻ തുടർന്ന് ജോലി ചെയ്തു. എൻ്റെ വിസ തീരെ ഒരു 6 മാസം ഇരിക്കും. ഞാൻ അവരോട് വിസയുടെ കാര്യം ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, പുതിയ നിയമത്തിൻ്റെ ഇത് വെച്ച് നീ സാലറി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിനക്ക് വിസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇവരിങ്ങനെയാണ് പറയുന്നത്, എനിക്ക് വിസ തരത്തില്ലെന്ന് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസംബറിലേക്ക് തിരിച്ച് കയറി വരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പായ ഉണ്ടായിരുന്നു. പപ്പായനോട് പറഞ്ഞു, എടാ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ആപ്ലിക്കേഷൻസ് ഒക്കെ വിടാൻ തുടങ്ങി. അങ്ങനെ ഒരു NHS നിന്ന് എനിക്ക് ആദ്യം 2 NHS ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയി. അത് കഴിഞ്ഞ് ഒരു NHS നിന്ന് എന്നെ വിളിച്ചു. ആ NHS ഞാൻ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു, ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്തു വന്നപ്പോൾ ഷെയർ കോഡ് കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു, നിന്റെ വിസ ജനുവരിയിൽ 3-ാം തീയതി കൊണ്ട് തീരും, എന്ന് വെച്ചാൽ ഡിസംബർ വരെ നിനക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിനക്ക് ഒരു നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ നിനക്ക് 2 ഇയർ NHS എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മമ്മിയോട് പറഞ്ഞാൽ അഖണ്ഡ ജവമാല റാലി വരുന്നുണ്ട്, ഞാൻ ആ ജവമാല റാലിക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം, നീ ഒന്നും പേടിക്കേണ്ട, നീ എന്തായാലും വിശ്വസിച്ച് നിന്റെ പ്രാർത്ഥന തുടർന്നോളാം പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഒരു കുർബാനയും മാതാവിനോടുള്ള ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ വൈകിട്ട് ചൊല്ലാറുണ്ടായിരുന്നു, കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുക എനിക്ക് ലണ്ടനിൽ ഒരു NHS ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയി. ആ NHS അവർ 3 മാസത്തേനാണ് ആ ലിസ്റ്റ് ഇടുക എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്കത് വന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ കൊണ്ട് എൻ്റെ വിസ തീരുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന NHS ആണെങ്കിൽ എനിക്കറിയാം അവിടുത്തെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്. ഒരു 5 മാസം എടുത്തിട്ടാണ് ഞാൻ ആ NHS കയറിയത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും അതുപോലെ പ്രോസസ്സ് ആണെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ കയറാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അവരാണ് 3 മാസം ആ ലിസ്റ്റ് എടുത്തുള്ളൂ. ഞാൻ ഇത് മമ്മിയോട് പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം കിട്ടിയ ആ NHS നിന്ന് അവർ ആപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് പകുതി വരെ എത്തി നിൽക്കുകയായിരുന്നു. അന്നേരമാണ് അവർ എനിക്ക് എൻ്റെ വിസ കിട്ടത്തില്ല, കാരണം ഇത് കാരണമാണ് വെച്ചാൽ ജനുവരിയിൽ എൻ്റെ വിസ തീരുമല്ലോ, അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മമ്മിയോട് പറഞ്ഞു, മമ്മി എന്തായാലും ഇവിടെ അഖണ്ഡ ജവമാല റാലിക്ക് വന്നപ്പം ഒരു നിയോഗം എഴുതിക്കൊണ്ടാണ് വന്നത്, എൻ്റെ മകനെ ലണ്ടനിലെ NHS തന്നെ കിട്ടണമെന്ന്. പക്ഷേ അവിടെ നിന്ന് പ്രോസസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി മറ്റേ NHS അവർ സ്റ്റാർട്ട് ചെയ്ത്, ഇവരാണ് എന്നെ വിളിച്ചിട്ട് പോലുമില്ല. പിന്നെ മമ്മി നിനക്ക് ആ ലണ്ടനിലെ NHS തന്നെ കിട്ടും, നീ എന്തായാലും വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടർന്നു. എന്താണെങ്കിലും അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞു, നീ NHS മാത്രം നോക്കാതെ കെയർ ഹോം ഒക്കെ നോക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കെയർ ഹോമിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, എല്ലാവരും എനിക്ക് ജോലി തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആരും എനിക്ക് വിസ തരാമെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് ഏജൻസികളെ മുട്ടി നോക്കി, അവർക്കാണെങ്കിൽ 10-20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് മാത്രമല്ല അവിടുത്തെ പുതിയ നിയമം വെച്ചിട്ടാണെങ്കിൽ 3 മാസം നമ്മൾ ഒരു എംപ്ലോയർ അടിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ വിസ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ കറക്റ്റ് 3 മാസമേ ഉള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ മാസം കഴിയുകയും ചെയ്തു, ഇനിയിപ്പം 2 മാസം കൂടെ ഉള്ളൂ. അപ്പം അവർ ഏജൻസിക്കാർ പോലും റെഡി ആവുന്നില്ല. ഒരു ഏജൻസി പറഞ്ഞു, നീ നിന്റെ റിസ്കിൽ ഒരു FLR അടിച്ച് വിസ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ FLR അടിച്ചെടുക്കണമെങ്കിൽ തന്നെ അതിന് ഒരു 5 ലക്ഷം രൂപ ചിലവാണ്. അതല്ലാതെ വിസയ്ക്ക് പിന്നെ ഞാൻ ഒരു 15 ലക്ഷം രൂപ കൊടുക്കണം. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു 10-22 ലക്ഷം രൂപയാവും ഇതിങ്ങനെ വിസ എടുക്കണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒന്നാമത് എഡ്യൂക്കേഷൻ ലോൺ അടച്ചുകൊണ്ട് തീർത്തേ ഉള്ളൂ, ഇനി അടുത്ത പിന്നെയും കടമെടുത്ത് നീ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ വേണമെന്ന് എന്നോട് ചോദിച്ചു. എന്നാലും ഞാനന്ന് തിരിച്ചു വന്നിട്ട് വേറൊന്നും ചെയ്യാൻ, ഞാൻ എന്തായാലും ഒന്ന് അതെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ NHS പോയി ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ